കഴിഞ്ഞ ഒരു ദിവസമായി കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒരു ചിത്രം. മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ IAS ഓഫീസറായ ദിവ്യ എസ് അയ്യർ ആലിംഗനം ചെയ്യുന്ന ചിത്രം. ഈ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഈ ചിത്രത്തെ പങ്കുവച്ചുകൊണ്ട് പോസിറ്റീവായും നെഗറ്റീവായും പരാമർശങ്ങൾ പ്രകടിപ്പിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം. ഈ വിഷയത്തിൽ ദിവ്യ എസ് അയ്യർ തന്നെ സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് തന്നോട് ഒരു സുഹൃത്തിനോടെന്ന പോലെ, അല്ലെങ്കിൽ ഒരു കീഴ് ജീവനക്കാരിയായ IAS ഓഫീസർ എന്ന പരിഗണനയില്ലാതെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പെരുമാറിയിട്ടുള്ള വ്യക്തിയാണ് മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തത് എന്നുമാണ്. പക്ഷേ ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് മന്ത്രി കെ രാധാകൃഷ്ണനെ അഭിനന്ദിക്കുന്നതിന് ബദലായി ദിവ്യ എസ് അയ്യരെ വാനോളം പുകഴ്ത്തുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില അഭിനവ എഴുത്തച്ഛന്മാരും ഉൾപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ബെന്യാമൻ്റെ ഭാഗത്ത് നിന്നാണ്. വലിയ വിമർശനങ്ങളാണ് ആ പോസ്റ്റിന് താഴെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെന്യാമൻ ഇട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അകറ്റി നിർത്തലുകളുടെ കാലത്ത് 1000 അർത്ഥതലങ്ങളുള്ള ഒരു ആശ്ലേഷം. സല്യൂട്ട് യു ഡിയർ ദിവ്യ. ഇവിടെ സല്യൂട്ടും പ്രകീർത്തനവും ഒക്കെ ദിവ്യ എസ് അയ്യർക്കാണ്. ദിവ്യ എസ് അയ്യർ എന്തോ മഹത്തായ കർമ്മം ചെയ്തു എന്ന രീതിയിലാണ് ബെന്യാമൻ അടക്കമുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തൻ്റെ കീഴ് ജീവനക്കാരിയായ ഒരു IAS ഓഫീസറിനോട് ഒരു ജ്യേഷ്ഠ സഹോദരനോ പോലെ പെരുമാറിയ മന്ത്രിക്കല്ല, അല്ലെങ്കിൽ മുൻ മന്ത്രിയായ കെ രാധാകൃഷ്ണനല്ല അഭിനന്ദനം അർഹിക്കുന്നത്. പകരം ദിവ്യ എസ് അയ്യർ എന്ന തന്നേക്കാൾ ജാതി ശ്രേണിയിൽ കുറഞ്ഞ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്ത ദിവ്യ എസ് അയ്യർക്കാണ് അഭിനന്ദനം വേണ്ടത് എന്നാണ് ബെന്യാമൻ അടക്കമുള്ളവരുടെ പക്ഷം. അതോടൊപ്പം തന്നെ ഇത് മാധ്യമങ്ങൾ കവർ ചെയ്യുന്ന രീതിയിലും മാധ്യമങ്ങളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന ജാതി ബോധം വ്യക്തമായി പുറത്തു വരുന്നു. മന്ത്രി എന്ന നിലയിൽ കെ രാധാകൃഷ്ണൻ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ, വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം തൻ്റെ വകുപ്പിൽ ഏറ്റവും അവസാനം നടപ്പാക്കിയ നടപടി അടക്കം ഒന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പകരം അദ്ദേഹം എന്ന മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ പ്രകീർത്തിക്കാൻ മാത്രമാണ് ചിലപ്പോഴെങ്കിലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സമയം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് പ്രമുഖ അഡ്വക്കേറ്റും മാധ്യമ നിരീക്ഷകനുമായ ഹരീഷ് വാസുദേവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഹരീഷ് വാസുദേവ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ വിഷയത്തിലൂടെ പുറത്തുവന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ ജാതി ബോധത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മാധ്യമങ്ങൾക്കും ജാതിയുണ്ടോ? മന്ത്രി കെ രാധാകൃഷ്ണന്റെ വെറും 3 വർഷത്തെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടപ്പാക്കിയ ഗംഭീര പുരോഗതികളെപ്പറ്റി നിങ്ങൾ ഏതെങ്കിലും മുഖ്യധാരാ പത്രങ്ങളിലോ ചാനലുകളിലോ പ്രത്യേക സമഗ്ര ഫീച്ചർ കണ്ടോ? ഞാൻ കണ്ടില്ല. 11,300-ലേറെ പേർക്ക് സർക്കാർ ഭൂമി നൽകി. 3,700 കുടുംബങ്ങൾക്ക് 1 ഏക്കർ വച്ച് വനഭൂമി പട്ടയം വിതരണം ചെയ്തു. 30,000-ഓളം പുതിയ വീടുകൾ, കൂടാതെ 17,000-ലധികം പഴയ വീടുകൾ പുതുക്കി നൽകി. പുതുതായി SC/ST വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദേശ പഠനത്തിനുള്ള സഹായം വഴി 700-ഓളം കുട്ടികൾ ഇന്ന് വിദേശത്ത് പഠിക്കുന്നു. ഒരാളുടെയെങ്കിലും ചിരി നമ്മൾ കണ്ടോ? ഉന്നത വിദ്യാഭ്യാസ സഹായത്തിന് ഉന്നതി പദ്ധതി, പട്ടിക വിഭാഗത്തിനുള്ള ഫണ്ട് മറ്റു വകുപ്പുകൾ വകമാറ്റുന്നത് നിർത്തിവെച്ചത്, ജില്ലാതല പ്രോസിക്യൂഷൻ ഓഫീസുകളിലും അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലും വരെ ഇന്റേൺഷിപ്പിന് പിന്നോക്ക വിഭാഗത്തിലെ നിയമ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയത്, വിദേശത്ത് പോയി പഠിക്കാൻ 25 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ്. കഴിഞ്ഞ 60 വർഷത്തിനിടെ ആ വകുപ്പിലുണ്ടായ ഇങ്ങനെ ഞാൻ അറിഞ്ഞതു മാത്രം വിപ്ലവകരമായ തീരുമാനങ്ങൾ. അതിൻ്റെ ഗുണഭോക്താക്കളായ കുട്ടികളുടെ ബൈറ്റുകൾ നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ കണ്ടോ? ഏതെങ്കിലും സവർണ മന്ത്രിയോ സവർണ വകുപ്പുകളിലുള്ള പുരോഗതിയോ ആയിരുന്നെങ്കിൽ ഗ്ലാമറസായി അതൊക്കെ അവതരിപ്പിക്കപ്പെടുമായിരുന്നു. മിഡിൽ ക്ലാസിൻ്റെ പെറ്റി താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പുരോഗതിയാണ് ചെയ്തതെങ്കിൽ വനിത, ഗൃഹലക്ഷ്മി എന്നു വേണ്ട സകല കുടുംബ മാസികകളിലും ഓൺലൈൻ പൈങ്കിളി ചാനലുകളിലും ഒക്കെ കവർ പേജ് ഫീച്ചർ വന്നേനെ. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും കേരളത്തിലെ ആദ്യത്തെ പൈലറ്റിനുള്ള കൊമേഴ്സ്യൽ ലൈസൻസ് നേടിയ സങ്കീർത്തനയും
ആദ്യത്തെ എയർ ഹോസ്റ്റസ് ആയ ഗോപികയും മന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫീച്ചറുകൾ നമ്മളിൽ എത്ര പേർ കണ്ടു? ഇന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പിലായിപ്പോയി. സവർണ ലോകത്തിൻ്റെ ചുറ്റുവട്ടത്തൊന്നും രാധാകൃഷ്ണൻ മന്ത്രി ചെയ്ത വിപ്ലവങ്ങളുടെ ഗുണഭോക്താക്കളില്ല. നല്ല ഫണ്ടുള്ള വകുപ്പാണ് SC/ST ദേവസ്വം വകുപ്പുകൾ. നല്ലൊരു PR-നെയോ PRDയെയോ വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ രാധാകൃഷ്ണൻ മിനിസ്റ്റർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു ക്രെഡിറ്റും എടുക്കാതെ ഒതുങ്ങി തൻ്റെ കർത്തവ്യവുമായി പോയ ആളാണ് അദ്ദേഹം. ആ വകുപ്പ് ചെയ്ത നേട്ടങ്ങൾ സമൂഹ മീഡിയയിലെ സൈബർ സംഘം പോലും പങ്കുവച്ച് കണ്ടിട്ടില്ല. ഒരു പ്രോട്ടോക്കോളും വലിപ്പച്ചെറുപ്പവും നോക്കാതെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ തൊഴിലാളി ഹഗ് ചെയ്ത് യാത്ര അയക്കാൻ വരുമ്പോൾ വഴങ്ങുന്നതും ആ മനുഷ്യൻ്റെ എളിമയാണ്. പക്ഷെ അപ്പോൾ മാത്രമാണ് ആ മന്ത്രിക്കൊരു പബ്ലിക് സ്പേസ് വിസിബിലിറ്റി കിട്ടുന്നത് എന്നത് കഷ്ടമാണ്. നമ്മളുടെ വിവരമറിയിക്കുന്ന പത്രങ്ങൾക്കുമില്ലേ അബോധത്തിൽ ജാതിബോധം. ആ അവസാനത്തെ 2 ഖണ്ഡികയിൽ കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു പ്രോട്ടോക്കോളും വലിപ്പച്ചെറുപ്പവും നോക്കാതെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു സർക്കാർ തൊഴിലാളി ഹഗ് ചെയ്ത് യാത്ര അയക്കാൻ വരുമ്പോൾ വഴങ്ങുന്നതും ആ മനുഷ്യൻ്റെ എളിമയാണ്. പക്ഷേ അപ്പോൾ മാത്രം ആ മന്ത്രിക്കൊരു പബ്ലിക് സ്പേസ് വിസിബിലിറ്റി കിട്ടുന്നത് എന്തൊരു കഷ്ടമാണ്. സത്യമാണ്, നമ്മുടെ മാധ്യമങ്ങളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന ജാതിബോധം ഒന്ന് തന്നെയാണ് ഇത്തരം നടപടികളിലൂടെ പുറത്തു വരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ 3 വർഷക്കാലമായി മന്ത്രി എന്ന നിലയിൽ ആ വകുപ്പിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ല. അവരുടെ സ്പെഷ്യൽ ഫീച്ചറുകളിൽ ഇടം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലും മാധ്യമങ്ങൾ ഏതാണ്ട് അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം ശബരിമലയിൽ അദ്ദേഹം മന്ത്രിയായിരിക്കെ തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മന്ത്രിക്കെതിരെ പ്രാസമൊപ്പിച്ച് വിമർശനം ഉന്നയിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ഒരു മടിയുമില്ലായിരുന്നു എന്നത് വസ്തുതയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഹരീഷ് വാസുദേവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളിൽ അവർ പോലും അറിയാതെ ഉറഞ്ഞു കിടക്കുന്ന ജാതി ബോധം തന്നെയാണ് ഇത്തരം പിന്നോക്ക ദളിത് വിഭാഗത്തിൽ നിന്നും വരുന്ന നേതാക്കളെ പബ്ലിക് വിസിബിലിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്നതിലൂടെ, അല്ലെങ്കിൽ ഇത്തരം അവസരങ്ങളിൽ മാത്രം അവർക്ക് വിസിബിലിറ്റി നൽകുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.